കോഴിക്കോട് സരോവരം ട്രേഡ് സെന്ററിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ. സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷവും ട്രേഡ് സെന്ററിൽ പരിപാടി നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. PPR ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി അറിയിച്ചു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേർന്നു. ഗോകുൽ, വിശദാംശങ്ങൾ. ഈ കോഴിക്കോട് സരോവരം തണ്ണീർത്തടത്തിനടുത്തുള്ള കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ പുതുവത്സര പരിപാടി നടത്തുന്നതിന് കോർപ്പറേഷൻ അനുമതി നിഷേധിച്ചിരുന്നു. അതായത് തണ്ണീർത്തടത്തോട് ചേർന്ന ഭൂമിയിലാണ് ഈ ട്രേഡ് സെന്റർ നിലനിൽക്കുന്നത് എന്നും ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് തണ്ണീർത്തടം നികത്തിയാണ് ഈ കെട്ടിടം സ്ഥാപിച്ചതെന്നുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ വരുന്ന സാഹചര്യത്തിലാണ് ട്രേഡ് സെന്ററിൽ പരിപാടി നടത്തുന്നതിന് കോർപ്പറേഷൻ അനുമതി നിഷേധിച്ചത്. അതിനെതിരെ സംഘാടകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികൾ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കോടതി ഉത്തരവിലെ ചില കാര്യങ്ങൾ മാനിക്കാതെയാണ് ഈ സംഘാടകർ പരിപാടി നടത്തിയത് എന്നാണ് കോർപ്പറേഷന്റെ ഭാഗം. അതായത് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ശരിയല്ലെങ്കിൽ പരിപാടി നടത്താമെന്ന രീതിയിലുള്ള കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ച് കോർപ്പറേഷന്റെ നടപടിയെ സ്റ്റേ ചെയ്തു എന്ന രീതിയിൽ പരിഗണിച്ചിട്ടാണ് ഈ ട്രേഡ് സെന്ററിൽ പരിപാടി നടത്തിയത് എന്ന് കോർപ്പറേഷൻ പറയുന്നു. അതിനാൽ തന്നെ കർശനമായ നിയമ നടപടിയുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്നാണ് ഈ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ കൈക്കൊള്ളുമെന്നും കോർപ്പറേഷൻ സെക്രട്ടറി ബിനി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃഷ്ണരാജ്. ശരി ഗോകുൽ.